ഇന്നലെ രാത്രി കുടുംബാംഗങ്ങളൊക്കെ പറയാണ് അനീഷിന് അസ്ഥിക്ക് പിടിച്ച പ്രണയമാണെന്ന്. എന്നാൽ അസ്ഥിക്ക് പിടിച്ച പ്രണയമാണോ അല്ലയോ? ഷാനവാസിനൊരു സംശയം. തൻ്റെ മിത്രത്തിൻ്റെ നാവിൽ നിന്നും ആ സത്യങ്ങളെല്ലാം പുറത്തെടുത്തുകൊണ്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ രാത്രി ഷാനവാസും അനീഷും കൂടി ഒരുപാട് നേരം ഗാർഡൻ ഏരിയയിൽ നിന്ന് സംസാരിച്ചു. അവർ പല കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതിനിടയിൽ എപ്പോഴൊക്കെയോ അനുമോളായിട്ടുള്ള ഒരു വിഷയം വരുന്നുണ്ട്. ഇത് നിവിനെ അനുമോളും ആദിലയും നൂറയും കൂടി പറഞ്ഞു വിടുന്നുണ്ട്. അനുമോൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പോയി പറയാനായിട്ട് തമാശ രീതിയിൽ നിവിൻ പോയി പറയുന്നു. ആ സമയത്താണ് ഈ ഒരു ഡിസ്കഷനൊക്കെ വരുന്നത്. എന്നാൽ ഷാനവാസ് അത് സീരിയസ് ആക്കി എടുക്കുന്നു. ഷാനവാസ് സംസാരിക്കുന്നു. കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അനീഷിന് തോന്നി ഇത് കൈവിട്ടു പോയിന്ന്. അനീഷ് വിഷയമൊക്കെ മാറ്റാൻ നോക്കുന്നുണ്ട്. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഷാനവാസ് ഇടപെടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അവരകത്തേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഷാനവാസ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അനീഷ് വന്ന് പറയുന്നുണ്ട്, അതെ ഞാൻ അത്രയ്ക്ക് ആഴത്തിലാർന്ന ബന്ധമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഷാനവാസ് നോക്കി എന്ത് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് ആഴത്തിലുള്ള ബന്ധമൊന്നും അല്ല, അങ്ങനെയൊന്നും എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഷാനവാസ് നീ എന്തിനാണ് ടെൻഷൻ അടിക്കണ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി വാഷ്റൂം ഏരിയയിലേക്ക് പോവാണ്. ആ സമയത്താണ് മൈക്ക് ധരിക്കാൻ പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ അനുമോള് വാഷ്റൂം ഏരിയയിലേക്ക് വരുന്നത്. ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ദേ വരുന്നുണ്ട് അനുമോള് എന്ന് പറയുന്നത്. പിന്നെ ഷാനവാസിനാണെങ്കിൽ ചിരി വന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ കുനിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അനീഷിനാകിയ ടെൻഷനാവണം, അനുമോളെ കണ്ടിട്ടാകിയ ടെൻഷനാവണം. അനുമോൾ മൈൻഡ് ചെയ്യുന്നില്ല, നേരെ പോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നിവിൻ ആ തൊട്ടപ്പുറത്തുണ്ട്, നിവിൻ ഓപ്പോസിറ്റ് ഇരിക്കുന്നു, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഷാനവാസ് ഇരിക്കുന്നു. അങ്ങനെ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് രണ്ടുപേരെയും കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒന്നും പറയുന്നില്ല, ചിരിക്കുന്നുള്ളൂ, മതിയല്ലോ. അനുമോൾക്ക് ലാസ്റ്റ് ചിരി വന്ന് അനുമോൾ ഇട്ട് പോയി. പക്ഷേ അനീഷ് കിടന്ന് ഇങ്ങനെ വിറക്കുകയാണ്. അനീഷിനാകിയ ടെൻഷനായി. പിന്നീട് ഷാനവാസിനോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട, എനിക്ക് ആ ബന്ധത്തിൽ അത്രയും ആഴമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ അത് ആ വിഷയമായിട്ട് ക്ലോസ് ചെയ്യാനൊക്കെ അനീഷ് ശ്രമിക്കുന്നുണ്ട്. പിന്നീട് നിവിനെ വിളിച്ച് നിവിനോട് സംസാരിക്കുന്നു. നിവിന് ഈ കാര്യത്തിൽ നിവിൻ ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം എൻ്റെ കാര്യങ്ങൾ, ഈ കാര്യത്തിൽ നിവിൻ ഇടപെടണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിവിനെ താക്കീത് കൊടുക്കുന്നുണ്ട്. എന്തായാലും കൈവിട്ടു പോയി. വീട്ടുകാരെല്ലാവരും അറിഞ്ഞപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഷാനവാസ് ഇത് വെറുതെ വിടൂല. എന്തായാലും ഇന്നത്തെ ലൈവിൽ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. റിയൽ ലവ് ആണോ ഫേക്ക് ആണോ, അറിയാണ്ട് പറഞ്ഞു പോയതാണോ, ഇത് മറ്റുള്ളവരൊക്കെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാകും, എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.